ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കുവാൻ സ്വർഗത്തിൽ ദൈവം നമുക്ക് ഒരുക്കുകയാണ്. ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. സന്തോഷകരമായൊരു ക്രിസ്മസ് കഴിഞ്ഞ് പുതുവർഷത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഒത്തിരി സന്തോഷത്തോടെ ആനന്ദത്തോടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനന പെരുന്നാൾ ആഘോഷിച്ച് ഈ വർഷം ദൈവം നൽകിയ എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞ് ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നമുക്ക് നൽകിയ ഈ അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ വർഷം ദൈവം നമ്മെ എത്രമാത്രം അനുഗ്രഹിച്ചു എന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഉള്ള സമയമാണ് ഇനി. ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം നൽകിയ നന്മകൾക്ക് നന്ദി പറയാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ ദൈവം ചെയ്യാനിരിക്കുന്ന, ഇനി നമുക്ക് നൽകാനിരിക്കുന്ന അനുഗ്രഹങ്ങൾ എത്രയോ വലുതാണെന്ന് തിരിച്ചറിഞ്ഞ് നമുക്കെങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കും. ഈ വർഷത്തിൻ്റെ അവസാനം കർത്താവിൻ്റെ കൃപയാൽ ദൈവം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാനുള്ള അവസരമാണ് ഇനിയുള്ള നിമിഷങ്ങൾ. അതുകൊണ്ട് ഇന്നത്തെ ചിന്താ വിഷയം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ നാം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയുടെ രീതി എന്ന് പറയുന്നത് സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. ദൈവം ചെയ്ത നന്മകൾക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ടോ? ദൈവത്തെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാറുണ്ടോ? പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കുന്നു. എന്നാൽ ലഭിച്ച നന്മകൾക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ പരിശുദ്ധനായ പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 1 തെസ്സലോനിക്കർ അതിൻ്റെ 5-ാം അധ്യായം 16, 17, 18 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ ഇഷ്ടം. അപ്പം ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം. അത് സന്തോഷത്തോടെ ആനന്ദത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതെങ്ങനെയായിരിക്കണം? സ്തോത്രത്തോടെ ആയിരിക്കണം. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ നാം ചെയ്യേണ്ട ഒരു പ്രാർത്ഥനയാണ് സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഈ വർഷത്തിൻ്റെ അവസാന സമയം ഈ വിഷയത്തിന് ഒത്തിരി പ്രാധാന്യമുണ്ട്. കാരണം 2016 ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവം നമ്മെ പരിപാലിച്ച ദൈവത്തിൻ്റെ കരുണയ്ക്കും കൃപയ്ക്കുമായി ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നമുക്കൊരു മനസ്സുണ്ടായിരിക്കണം. നമ്മുടെ പ്രായത്തിലുള്ള അനേകം പേര് മരണം വഴി ലോകത്ത് മാറ്റപ്പെട്ടപ്പോൾ, അനേകം പേര് രോഗക്കിടക്കിൽ നിത്യരോഗികളായി കിടക്കുമ്പോൾ, അനേകം പേര് ദുഃഖവും ദാരിദ്ര്യവും കണ്ണുനീരും വേദനയും അനുഭവിച്ച് ദൈവസന്നിധിയിൽ നിലവിളിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകിയ നന്മകൾ എത്ര വലുതാണ്. ദൈവം നൽകിയ നന്മകൾക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? പ്രാർത്ഥന പലതരത്തിലുണ്ട്. നമ്മുടെ പ്രാർത്ഥന നോക്കിയല്ല ദൈവം നമ്മളെ അനുഗ്രഹിക്കും, പ്രാർത്ഥനയുടെ മനോഭാവം നോക്കിയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ഏത് രീതിയിലായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുക. ദൈവം നൽകിയ നന്മകൾക്ക് നന്ദി പറഞ്ഞ് സ്തോത്രത്തോടെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ അതിനേക്കാൾ വലിയ നന്മകൾ, അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ ദൈവം നമുക്ക് വീണ്ടും അവസരങ്ങൾ നൽകുകയാണ്. കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എപ്പോഴും സന്തോഷിക്കണം, എപ്പോഴും പ്രാർത്ഥിക്കണം, എല്ലാറ്റിനും നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്ത് ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് ജീവിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ വെളിപ്പാടിൻ്റെ പുസ്തകം അതിൻ്റെ 19-ാം അധ്യായം 7-ാം വാക്യം പരിശോധിക്കുമ്പോൾ അവിടെ കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു: നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. നാം സന്തോഷിച്ച് ആനന്ദിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നതാണ് നമ്മുടെ പ്രാർത്ഥന. എന്നാൽ സ്തോത്രം എന്ന് പറയുന്നത്, ദൈവത്തിന് നന്ദി പറയുക എന്ന് പറയുന്നത്, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്ന് പറയുന്നത് നാം
ദൈവത്തിൽ നിന്ന് പ്രാപിച്ച നന്മകൾക്ക് ദൈവത്തിന് കൊടുക്കുന്ന പ്രതിഫലമാണ് സ്തോത്രം. ഇന്ന് പലപ്പോഴും മനുഷ്യൻ്റെ ഏറ്റവും വലിയ ബലഹീനത എന്ന് പറയുന്നത് ഇങ്ങോട്ട് മേടിക്കാൻ, കിട്ടാൻ വലിയ താല്പര്യമാണ്. കൊടുക്കാൻ മനസ്സില്ലാത്തവരാണ് പലപ്പോഴും മനുഷ്യൻ്റെ ഒരു സ്വഭാവം. ഇന്ന് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ ചോദിച്ചു വാങ്ങും. പക്ഷേ ദൈവത്തിന് നമ്മൾ പ്രത്യുത്തരമായിട്ട് അല്ലെങ്കിൽ പ്രതിഫലമായിട്ട് എന്ത് നൽകും? ദൈവം നൽകിയ നന്മകൾക്ക് നന്ദി പറയുവാൻ, സ്തോത്രം ചെയ്യുവാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എല്ലാറ്റിനും ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തിന് മഹത്വം കൊടുക്കണം. കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ എബ്രായ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ പറയുന്നു, അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന ആദരഫലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. ഇതൊരു യാഗമാണ്, ഒരു ബലിയാണ്. നമ്മൾ ദൈവസന്നിധിയിൽ ബലിയർപ്പിക്കുന്നവരാണ്. ദൈവത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പ്രാപിക്കാൻ വേണ്ടി ദൈവത്തിന് വഴിപാടുകൾ, നേർച്ചകൾ നൽകുന്നവരാണ്. എന്നാൽ ദൈവം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന, ദൈവം ഏറ്റവും കൂടുതൽ പ്രസാദിക്കുന്ന വഴിപാട് അല്ലെങ്കിൽ യാഗം എന്താ? വചനം പറയുകയാണ്, നമ്മുടെ അധരഫലമാണ്. അധരഫലം എന്ന സ്തോത്രയാഗമാണ്. അപ്പോൾ സ്തോത്രം പറയുന്ന ഒരു യാഗമാണ്. ദൈവത്തെ സ്തുതിക്കുന്നത് ഒരു ബലിയാണ്, ഒരു വഴിപാടാണ്, കാഴ്ചയാണ്. പലപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നതിനെ കുറ്റപ്പെടുത്തുന്ന, നിന്ദിക്കുന്ന, പരിഹസിക്കുന്ന അനേകം വ്യക്തികളുണ്ട്. ദൈവത്തെ ഇങ്ങനെ സ്തുതിക്കണത് എന്തിനാ എന്ന് ചോദ്യം ചെയ്യുന്ന വ്യക്തികളുണ്ട്. ദൈവത്തെ സ്തുതിക്കണം എന്നത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്, ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ദൈവത്തിന് മഹത്വം കൊടുക്കണം എന്നുള്ളത് ദൈവഹിതമാണ്. കാരണം അതിനെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നീ എന്തായിരിക്കുന്നോ അത് ദൈവത്തിൻ്റെ കൃപയാണ്. കൃപ എന്ന വാക്കിൻ്റെ അർത്ഥം അർഹതയില്ലാത്ത ദാനം. ഒരിക്കൽ പോലും യോഗ്യതയില്ലാതിരിക്കുക ദൈവം നൽകിയ നന്മകൾക്ക് ദൈവത്തിന് നമുക്ക് നൽകാൻ കഴിയുന്നത് സ്തോത്രം എന്ന യാഗമാണ്. ദൈവം നമ്മളിൽ നിന്ന് സ്വീകരിക്കുന്ന യാഗം സ്തോത്രമാണ്. ഇത് പലപ്പോഴും നാം മനസ്സിലാക്കാതെ ദൈവത്തെ സ്തുതിക്കാൻ മനസ്സില്ലാതെ, അഥവാ ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തികളെ കാണുമ്പോൾ അവരെ കുറ്റപ്പെടുത്തുന്ന, നിന്ദിക്കുന്ന, പരിഹസിക്കുന്ന ഒരു സമൂഹമായിട്ടിന്ന് ഈ സമൂഹം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സ്തോത്രത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു പ്രാർത്ഥനയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ്. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുന്നുണ്ട്. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-ഉം 7-ഉം വാക്യങ്ങൾ. ഒരു മനുഷ്യൻ ദൈവത്തെ സ്തുതിക്കുമ്പോൾ എന്താണ് പ്രതിഫലം എന്നാണ് അവിടെ കർത്താവിൻ്റെ വചനം പറയുന്നത്. ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവം ചെയ്ത നന്മകൾക്ക് നന്ദി പറയുമ്പോൾ എന്താണ് പ്രതിഫലം ലഭിക്കുന്നത്? കർത്താവിൻ്റെ വചനം പറയുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കുക അത്ര ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. എങ്ങനെ? സ്തോത്രത്തോടെ. ഇന്ന് പലപ്പോഴും നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്, നമ്മുടെ ആവശ്യങ്ങൾ, അപേക്ഷകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നവരാണ്. പക്ഷെ അത് സ്തോത്രത്തോടെയാണോ? ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടാണോ? ദൈവത്തെ ആരാധിച്ചുകൊണ്ടാണോ? ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണോ? ഇവിടെ കർത്താവിൻ്റെ വചനം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തെ അറിയിക്കുക അത്ര ചെയ്യുന്നത്. അങ്ങനെ സ്തോത്രത്തോടെ നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ എന്താണ് പ്രതിഫലം? അടുത്ത വാക്യത്തിൽ കർത്താവിൻ്റെ വചനം പറയുകയാണ്, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവിളെയും ക്രിസ്തു യേശുവിൽ കാക്കും. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ കർത്താവിൻ്റെ വചനം പറയുകയാണ്, സ്തോത്രത്തോടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. ദൈവസന്നിധിയിൽ ആവശ്യങ്ങൾ സമർപ്പിക്കുന്നവരാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ടാണ് സമാധാനം കിട്ടാത്തത്, സ്വസ്ഥത കിട്ടാത്തത്, സമാധാനത്തോടെ കിടന്നുറങ്ങാൻ സാധിക്കാത്തത്? കഴിഞ്ഞ കാലങ്ങളിൽ ഉറങ്ങാൻ പോലും കഴിയാതെ, സമാധാനമില്ലാതെ, സംതൃപ്തിയില്ലാതെ ജീവിതം തള്ളി നീക്കുന്ന ഒത്തിരി വ്യക്തികളെ കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ കർത്താവിൻ്റെ വചനം പറയുകയാണ്, നിനക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ, നിന്റെ ഹൃദയത്തിൽ സമാധാനം അനുഭവിക്കാൻ, മറ്റുള്ളവർക്ക് സമാധാനം പങ്കുവയ്ക്കുവാൻ, ഈ സമാധാനം ലഭിക്കാൻ നീ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് എല്ലാറ്റിനും സ്തോത്രത്തോടെ
ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. ഈ വർഷം ദൈവം നൽകിയ എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്കും നന്ദിയുള്ളവരായി ദൈവത്തിന് മഹത്വം കൊടുത്താൽ, ദൈവത്തെ സ്തോത്രം ചെയ്താൽ, ദൈവത്തെ സ്തുതിച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ സമാധാനം ലഭിക്കും. അത് എങ്ങനെയുള്ള സമാധാനമാണെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നത്? സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം. മനുഷ്യൻ നൽകുന്ന സമാധാനമല്ല, ഒരു മരുന്നിന് നൽകാൻ കഴിയുന്ന സമാധാനമല്ല, ഒരു വൈദ്യശാസ്ത്രത്തിന് നൽകാൻ കഴിയുന്ന സമാധാനമല്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തെ സ്തുതിക്കണം. ഇത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ദൈവത്തെ ആരാധിക്കണം. ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കണം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സമാധാനം പ്രാപിക്കാൻ നാം ചെയ്യേണ്ട ഒന്നാമത്തെ പ്രവൃത്തിയാണ് ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ സ്തുതിക്കുക. വീണ്ടും ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഒരു മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം എത്ര വലുതാണെന്ന് തിരിച്ചറിയണം. സങ്കീർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ 103 സങ്കീർത്തനം അതിൻ്റെ 1, 2, 3 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ ദാവീദ് എഴുതിയിരിക്കുന്ന സ്തോത്രഗീതമാണ്. അവിടെ ദാവീദ് എഴുതിയിരിക്കുന്ന കീർത്തനം ഇങ്ങനെയാണ്: എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവം ചെയ്ത ഉപകാരങ്ങൾ മറക്കാതെ ദൈവത്തെ വാഴ്ത്തണം, ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തിന് മഹത്വം കൊടുക്കണം. എത്രയോ ഉപകാരങ്ങളാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ബുദ്ധി എന്ന് പറയുന്നത് ദൈവം നൽകിയ ദാനമാണ്. എത്രയോ മക്കൾ ബുദ്ധിയില്ലാത്തവരായി, മന്ദബുദ്ധികളായി ഈ ഭൂമിയിൽ ജീവിക്കുന്നു. അനേകം മക്കൾ മന്ദബുദ്ധികളായി ജീവിക്കുമ്പോൾ എനിക്ക് കഴിക്കുന്ന ഭക്ഷണത്തിന് ടേസ്റ്റ് അറിയുവാൻ, രുചി അറിയുവാൻ, സ്വന്തം മാതാപിതാക്കൾ തിരിച്ചറിയുവാൻ, രാത്രിയും പകലും തിരിച്ചറിയുവാൻ കഴിയുന്നത് എനിക്ക് നൽകിയിരിക്കുന്ന ബുദ്ധിയാണ്. അനേകം മക്കൾ ബുദ്ധിയില്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകിയ ബുദ്ധി ഇതൊരു ഉപകാരമാണ്, നന്മയാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടുണ്ടോ? അനേകം മക്കൾ കണ്ണിന് കാഴ്ചയില്ലാതെ, കേൾക്കാൻ കേൾവി ശക്തിയില്ലാതെ, സംസാരിക്കാൻ നാവിന് ചലനമില്ലാതെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇതെല്ലാം ദൈവം നമുക്ക് നൽകി, നാം ചോദിച്ചിട്ടല്ല, പ്രാർത്ഥിച്ചിട്ടല്ല, ദൈവം നൽകിയ കൃപയാണ്, അർഹതയില്ലാത്ത ദാനമാണ്. അനേകം പേര് പട്ടിണിയും ദാരിദ്ര്യവും വേദന അനുഭവിക്കുമ്പോൾ ഒരു നേരമെങ്കിലും അല്ലെങ്കിൽ 3 നേരമെങ്കിലും ഭക്ഷണം കഴിക്കാൻ നിനക്ക് കൃപ ലഭിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ വലിയ കരുണയാണ്, കൃപയാണ്. ഈ ഉപകാരങ്ങൾക്ക് നന്ദി പറയുന്നവരാണ് നമ്മൾ. പലപ്പോഴും ദൈവം ചെയ്ത ഉപകാരങ്ങൾ തിരിച്ചറിയാൻ കഴിയാതെ, ദൈവത്തിന് നന്ദി പറയാൻ കഴിയാതെ, സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കുക. എൻ്റെ കഴിവുകൊണ്ട്, എൻ്റെ ബുദ്ധി കൊണ്ട്, എൻ്റെ പ്രാഗൽഭ്യം കൊണ്ട് ഞാൻ ഉണ്ടാക്കി, ഞാൻ സമ്പാദിച്ചു എന്ന് പറയുന്നവരാ പലരും. എന്നാൽ ദൈവം ബുദ്ധി നൽകിയതുകൊണ്ട്, ദൈവം കൃപ നൽകിയതുകൊണ്ട്, ദൈവം കഴിവ് നൽകിയതുകൊണ്ടാണ് ഇതെല്ലാം ഞാൻ നേടിയതെന്ന് സ്വയം ഒന്ന് ചിന്തിക്കുവാൻ, അതിന് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ദൈവം നൽകിയതല്ല നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട്? ദൈവത്തിന് വചനം പറയുന്നു, എല്ലാം ദാനമായി ലഭിച്ചിരിക്കുക, ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിന് അഹങ്കരിക്കുന്നു? മനുഷ്യൻ്റെ ഏറ്റവും വലിയ ബലഹീനതയാണ് അഹങ്കാരം. ഇത് ദൈവം നൽകിയ ദാനമാണെന്ന് ചിന്തിക്കാൻ, വിശ്വസിക്കാൻ, ഏറ്റുപറയാൻ സാധിക്കാത്തത് അഹങ്കാരമാണ്. ഈ ഉപകാരങ്ങൾക്ക് ദൈവത്തെ വാഴ്ത്തണമെന്ന് കർത്താവിൻ്റെ വചനം നമ്മൾ വെളിപ്പെടുത്തുക. ഇങ്ങനെ ദൈവത്തെ വാഴ്ത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 103 സങ്കീർത്തനം അതിൻ്റെ 3 വാക്യത്തിൽ പറയുന്നു, അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം കുമ്പസാരത്തിലൂടെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച, കഴിഞ്ഞകാല ജീവിതത്തിൽ കർത്താവിൻ്റെ തിരുമുറിവിൽ സമർപ്പിച്ച് കർത്താവിൻ്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെട്ട സകല പാപങ്ങളും മോചിക്കപ്പെടുന്നത് അവൻ നൽകിയ പാപമോചനത്തെ ഓർത്ത് നന്ദി പറയുമ്പോൾ. ദൈവമേ, കൊടും പാപിയായ, കുഴഞ്ഞ ചേറ്റിൽ കിടന്ന, ഒന്നിനും കൊള്ളില്ലാതിരുന്ന, ആർക്കും വേണ്ടാതിരുന്ന, ഒരു കൊടിയ പാപിയായിരുന്ന, ഒരു രഹസ്യ പാപിയായിരുന്ന എന്നെ നിൻ്റെ കൃപയാൽ നീ സ്നേഹിച്ചു. നിൻ്റെ ആത്മാവിനാൽ എനിക്ക് പാപബോധം നൽകി, പശ്ചാത്താപം നൽകി. ആ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിക്കുവാൻ, അത് മുഖാന്തരം യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുവാൻ നീ എനിക്ക് നൽകിയ കൃപയ്ക്കായി നന്ദി, നന്ദി, നന്ദി എന്ന് പറഞ്ഞ് ദൈവം ചെയ്ത ഉപകാരത്തിന്, പാപമോചനത്തിന് നന്ദി പറയുമ്പോൾ ആ പാപങ്ങൾ എന്നേക്കുമായി മോചിക്കപ്പെടുന്നുവെന്ന് കർത്താവിൻ്റെ വചനം വെളിപ്പെടുത്തുകയാണ്. ദൈവം നൽകിയ കൃപകൾക്കായി, ദൈവം നൽകിയ ഉപകാരങ്ങൾക്കായി നന്ദി ഉള്ളവരായിരിക്കണം. ആ ഉപകാരത്തെ പ്രതി ദൈവത്തെ വാഴ്ത്തണം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവം നൽകുന്ന ഏറ്റവും വലിയ ഉപകാരമാണ് പാപമോചനം.
ഈ ലോകത്തിൽ ആർക്കും നൽകാൻ കഴിയാത്തതാണ് പാപമോചനം. ഈ ലോകത്തിൽ മനുഷ്യന് പലതും സഹായിക്കാൻ സാധിക്കും. പല ഉപകാരങ്ങൾ മനുഷ്യന് ചെയ്യാൻ സാധിക്കും. വൈദ്യശാസ്ത്രത്തിനും പല ഉപകാരങ്ങൾ, ഡോക്ടർമാർക്കും വൈദ്യശാസ്ത്രത്തിനും പല ഉപകാരങ്ങൾ ചെയ്യാൻ സാധിക്കും. എന്നാൽ മനുഷ്യൻ്റെ പാപങ്ങൾ മോചിക്കുവാൻ ഒരുവനും മാത്രമേ സാധിക്കൂ. അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അവൻ മാത്രമാണ് പാപത്തിന് പരിഹാരം. യേശു മാത്രമാണ് പാപത്തിന് പരിഹാരം. യേശുവിൻ്റെ പേര് തന്നെ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നുണ്ട്. അവൻ യേശു എന്ന പേര് വിളിക്കണമെന്ന, അതായത് യേശു എന്ന പേരിൻ്റെ അർത്ഥം പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവൻ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് പാപമോചനം ലഭിക്കാനുള്ള ഒരേ ഒരു വഴി ദൈവം നൽകിയ പാപമോചനത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തെ വാഴ്ത്തുക. ഈ ലോകത്തിൽ ഏറ്റവും വലിയ ഉപകാരമാണ്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ നന്മയാണ്, ഉപകാരമാണ് പാപമോചനം. ഈ ലോകത്തിൽ ആർക്കും ചെയ്യാൻ കഴിയാത്ത ഒരേ ഒരു ഉപകാരം, ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു ഉപകാരമാണ് പാപമോചനം. അങ്ങനെയാണെങ്കിൽ ഈ ദൈവത്തെ വാഴ്ത്തുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തിന് നന്ദി പറയുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവം നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് പാപമോചനം നൽകിയതിനായി ദൈവത്തെ സ്തോത്രം ചെയ്യുമ്പോൾ, വാഴ്ത്തുമ്പോൾ, നമുക്ക് ആ പാപമോചനം അനുഭവിക്കാൻ ദൈവം കൃപ നൽകി. അടുത്ത വചനം പറയുകയാണ്, അവൻ നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അപ്പോൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ അവൻ നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ഇപ്പോൾ ശാരീരികമായ ഏതെങ്കിലും രോഗത്തിൻ്റെ ബന്ധനത്തിൽ കഴിയുന്ന ആരെങ്കിലും ഈ സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ, ദൈവമേ നീ രോഗം എനിക്ക് അനുവദിച്ചതിനായി നന്ദി പറയുന്നു. എൻ്റെ തലമുടി നാരിഴ പോലും നിലത്ത് വീഴുന്നു, നീ അറിയാതെയല്ല, നീ അറിഞ്ഞാണ്. അങ്ങനെയാണെങ്കിൽ ഈ രോഗം എനിക്ക് വന്നതും ഈ ഞാനിപ്പോൾ അനുഭവിക്കുന്ന വേദനയും സഹനവും രോഗം എല്ലാം നീ അറിയുന്നുണ്ട്, നീ കാണുന്നുണ്ട്. നീ അനുവദിക്കാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. കർത്താവേ, നീ നൽകിയ രോഗത്തിനായി നന്ദി 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 എന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ വചനം പറയുകയാണ്, അവൻ നിൻ്റെ രോഗങ്ങൾക്ക് സൗഖ്യം നൽകും. എത്ര കഠിനമായ രോഗമായിക്കൊള്ളട്ടെ, മാറാ രോഗമായിക്കൊള്ളട്ടെ, ആ രോഗത്തിൻ്റെ അവസ്ഥയിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ അവിടെ അത്ഭുതം നടക്കും. എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ പലപ്പോഴും പല താമസിച്ചുള്ള ധ്യാനത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് അനേകം മാറാരോഗികൾ ഒരു നല്ല മരണം പ്രാപിക്കാൻ വേണ്ടി, ആ ഒരു ആശ്വാസ മരണം പ്രാപിക്കാൻ വേണ്ടി രോഗക്കിടക്കയിൽ കട്ടിലോടുകൂടി കൊണ്ടുവന്ന് കിടത്തിയ രോഗികൾ ഇന്നും ആരോഗ്യത്തോടെ, ബലത്തോടെ, സൗഖ്യത്തോടെ ജീവിക്കുന്നു. കാരണം വേറെ ഒന്നും ചെയ്തില്ല, അവരെല്ലാം ദൈവത്തിന് നന്ദി പറഞ്ഞ് ആരാധിക്കാൻ, ദൈവത്തിന് സ്തുതിക്കാൻ, അവരുടെ രോഗത്തിൻ്റെ അവസ്ഥയിൽ ദൈവത്തെ അവർ ആരാധിച്ചപ്പോൾ അവരുടെ രോഗം കർത്താവ് സൗഖ്യം നൽകി. നീ രോഗിയാണെങ്കിൽ ആ രോഗത്തിൻ്റെ അവസ്ഥയിൽ കർത്താവിനെ ആരാധിക്കുക, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിന് നന്ദി പറയുക. ദൈവം അത്ഭുതം പ്രവർത്തിക്കും. അവൻ നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കും. വീണ്ടും നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ സംഭവിക്കുന്ന എന്താ? വചനം പറയുന്നു, അവൻ തൻ്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അതായത് നിത്യ നരകത്തിൽ നിന്ന്, തകർച്ചയിൽ നിന്ന് അവൻ നമ്മെ വീണ്ടെടുക്കുന്നു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ തകർച്ചകൾ, കഷ്ടതകൾ ജീവിതത്തിൽ അടിക്കടി വരാം. ചിലർ പറയാറുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഒരു കടബാധ്യത മാറിക്കഴിഞ്ഞാൽ അടുത്ത കടബാധ്യത വന്നു കഴിഞ്ഞു, അത് മാറിക്കഴിയുമ്പോൾ അടുത്ത കടബാധ്യത വന്നു കഴിഞ്ഞു. ഇന്ന് പലരും സാമ്പത്തികമായി തകർന്ന് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച് ആത്മഹത്യന് വേണ്ടി ശ്രമിച്ച് പരാജയപ്പെട്ടു പോയ അനേകം വ്യക്തികൾ ഈ സ്വരം കേൾക്കുന്നുണ്ടായിരിക്കാം. ശ്രദ്ധിക്കുക, നിങ്ങൾ ഏത് തകർച്ചയുടെ വക്കിലാണോ, തകർച്ചയുടെ മധ്യത്തിലാണോ, നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, കർത്താവേ ഞാൻ നിന്നെ ആരാധിക്കുന്നു, ഞാൻ നിന്നെ സ്തുതിക്കുന്നു, എൻ്റെ തകർച്ചയിൽ, എൻ്റെ വീഴ്ചയിൽ ഞാൻ അങ്ങേ ആരാധിക്കുന്നു. സിംഹക്കുഴിയിൽ കിടന്ന ദാനിയേൽ സിംഹക്കുഴിയിൽ കിടന്നുകൊണ്ട് ദൈവത്തെ ആരാധിച്ചു. നിന്റെ തകർച്ചയുടെ കുഴിയിൽ കിടന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ, കർത്താവിനെ പ്രതി 3 ബാലന്മാർ തീച്ചൂളയിൽ കിടന്ന് ദൈവത്തെ ആരാധിച്ചു. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഏത് അവസ്ഥയാണോ, തീച്ചൂളയുടെ അവസ്ഥയാണോ, സിംഹക്കുഴിയുടെ അവസ്ഥയാണോ, തകർച്ചയുടെ അവസ്ഥയാണോ, സഹനത്തിൻ്റെ തീച്ചൂളയിലാണോ, ആ തകർച്ചയിൽ കിടന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തിന് നന്ദി പറയുമ്പോൾ ആ തകർച്ച അനുഗ്രഹമാക്കി മാറ്റുന്നൊരു ദൈവം ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ട് കർത്താവ് വചനം പറയുന്നു, അവൻ തൻ്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. വീണ്ടും കർത്താവ് വചനം പറയുന്നു, അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. ദയയും കരുണയും. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കരുണ തോന്നണമെങ്കിൽ, ദയ തോന്നണമെങ്കിൽ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. ഞാൻ ആദ്യം പറഞ്ഞു, ദൈവത്തിന് നന്ദി പറയാൻ കഴിയാത്തവൻ അഹങ്കാരിയാണ്. എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ അഹങ്കരിക്കരുതെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. അങ്ങനെയാണെങ്കിൽ
ദൈവം നൽകിയ നന്മകൾക്ക് നന്ദി പറയാൻ മനസ്സില്ലാത്തവൻ അഹങ്കരിക്കുന്നവനാണ്, സ്വയത്തിൽ അഹങ്കരിക്കുന്നവനാണ്. വചനം പറയുന്നു, അവൻ ഒരിക്കലും നന്മയും കരുണയും ഉണ്ടാകില്ല. പ്രധാന വചനം പറയുകയാണ്, നിന്റെ യൗവനം കഴുകനെ പോലെ പുതുതായി വരണമെങ്കിൽ ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ സ്തുതിക്കണം. ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ യൗവനം കഴുകനെ പോലെ ആയിരിക്കും. അതായത് ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള കൃപ ആ വ്യക്തിക്ക് ലഭിക്കും. നമുക്കറിയാം, കഴുകൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന ഒരു പക്ഷിയാണ് കഴുകൻ. അതെത്ര ഭാരമുണ്ടെങ്കിലും, അതിൻ്റെ ചിറകുകൾ എത്ര വലുതാണെങ്കിലും, അതിൻ്റെ എത്ര പ്രതിസന്ധി നിറഞ്ഞ കാറ്റും കോളും ഉള്ള അന്തരീക്ഷമാണെങ്കിലും അവിടെയെല്ലാം വളരെ വായുവേഗത്തിൽ പറന്നുയരുവാൻ കഴിയുന്ന ഒരു പക്ഷിയാണ് കഴുകൻ. ഇവിടെ പറയുകയാണ്, നിൻ്റെ യൗവനം കഴുകനെ പോലെ പറന്നുയരും. അതായത് പുതുകി വരും. അതായത് നിൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ അതിനെ ജയിക്കാൻ ദൈവം നിനക്ക് കൃപ നൽകും. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രതിസന്ധിയുടെ മധ്യത്തിൽ, പ്രതികൂലയുടെ മധ്യത്തിൽ ദൈവം ഒരുക്കുന്ന വഴികൾ കണ്ടുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവിടെ ധൈര്യം പ്രാപിക്കുകയാണ്. ഒരുപക്ഷേ ഈ സ്വരം കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ ഇനി മുന്നോട്ട് എങ്ങനെ പോകും, ഇനി എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കുമെന്നോർത്ത് ഭയപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കുന്ന നന്മകൾ കണ്ടുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ സ്തുതിക്കാൻ സാധിച്ചാൽ അവിടെ വചനം പറയുന്നു, അവിടെ ധൈര്യം പ്രാപിക്കുക. ഇവിടെ പൗലോസ് ദൈവത്തെ വാഴ്ത്തി ധൈര്യം പ്രാപിച്ചു. അതുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ സാധിക്കണം. വീണ്ടും ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ? അപ്പോസ്തലപ്രവൃത്തികൾ 16-ാം അധ്യായം അതിൻ്റെ 25-26 വാക്യങ്ങളിൽ, അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. ഈ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടക്കുക. പിറ്റേ ദിവസം കഴുത്ത് അറ്റ് ലോകം എന്നേക്കുമായി മാറ്റപ്പെടുവാൻ വേണ്ടി വിധിക്കപ്പെട്ടവരായി കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസും ശീലാസും അവരുടെ ബന്ധനങ്ങളിലേക്ക് നോക്കാതെ, കെട്ടുകളിലേക്ക് നോക്കാതെ, അവരെ പൂട്ടിയിരിക്കുന്ന ഇരുമ്പോടാമ്പലിലേക്ക് നോക്കാതെ അവർ യേശുവിനെ നോക്കി ആരാധിച്ചപ്പോൾ, ദൈവത്തെ സ്തുതിച്ചപ്പോൾ, ദൈവത്തിന് നന്ദി പറഞ്ഞപ്പോൾ ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിക്കുകയാണ്. കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നു, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു. അതായത് നീ ഒരു കെട്ടപ്പെട്ട അവസ്ഥയാണോ, ബന്ധനത്തിൻ്റെ അവസ്ഥയാണോ, ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവിടെ കെട്ടുകൾ അഴിയും, ബന്ധനം അഴിയും. പാപത്തിൻ്റെ, ശാപത്തിൻ്റെ, രോഗത്തിൻ്റെ, പിശാചിൻ്റെ ഏത് വലിയ കെട്ടുകളാണോ, ഏത് വലിയ ബന്ധനത്തിലാണോ നീ കിടക്കുന്നത്, ആ കെട്ടുകളിൽ കിടന്നുകൊണ്ട്, ആ ബന്ധനത്തിൽ കിടന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ നിന്റെ മാത്രമല്ല, അതിനെ പറയുന്നു, ആ കാരാഗ്രഹത്തിനുണ്ടായിരുന്ന എല്ലാ വാതിലും തുറക്കപ്പെട്ടു. ദൈവത്തെ ആരാധിക്കുമ്പോൾ നിന്റെ മാത്രമല്ല, നിന്റെ കുടുംബത്തിലുള്ള നീയുമായി ബന്ധപ്പെടുന്ന എല്ലാ മേഖലയിലും ബന്ധനമഴിയും, കെട്ടുകളഴിയും. അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തെ കണ്ടുകൊണ്ട്, യേശുവിനെ കണ്ടുകൊണ്ട് ആരാധിക്കുമ്പോൾ കെട്ടുകളെയും ബന്ധനഴിയും. വീണ്ടും ഒരു കാര്യം കൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തുന്നുണ്ട്. നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വെളിപ്പാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അപ്പോൾ വലിയൊരു പുരുഷാരത്തിൻ്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാനത് കേട്ടു. ഹല്ലേലൂയ! സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. അതായത് ദൈവം കർത്തൃത്വം ഏറ്റെടുക്കുന്ന നിമിഷമാണ് ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന നിമിഷം. കാരണം അവൻ സ്തുതികളിൽ വസിക്കുന്ന ദൈവമാണ്. പരിശുദ്ധനായ ദൈവത്തെ നമ്മിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക് എഴുന്നള്ളി വരുവാൻ നാം ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് ദൈവത്തെ സ്തുതിക്കുക. പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ദൈവത്തിൻ്റെ അഡ്രസ്സ്, ദൈവത്തിൻ്റെ മേൽവിലാസം എന്ന് പറയുന്ന അവൻ ഇസ്രായേലിൻ്റെ സ്തുതി എന്ന സിംഹാസനത്തിൽ വസിക്കുന്ന ദൈവമാണ്. അതായത് ദൈവത്തിന് എവിടെയെല്ലാം ദൈവത്തെ ആരാധിക്കും, ദൈവത്തെ സ്തുതിക്കുന്നു, അവിടെയെല്ലാം ദൈവം തൻ്റെ സിംഹാസനം സ്ഥാപിക്കും. ഇവിടെ നമ്മൾ കാണുകയാണ്, ഇതാ സ്വർഗത്തിൽ വലിയൊരു സ്തുതി കേൾക്കുകയാണ്. ഹല്ലേലൂയ എന്ന വാക്ക് അവിടെ സ്തുതിയായി ഉയരുമ്പോൾ അവിടെ കർത്താവ് രാജ്യത്വം ഏറ്റെടുക്കുകയാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ കർത്തൃത്വം
ദൈവം ഏറ്റെടുക്കുന്നത് നാം ദൈവത്തെ സ്തുതിക്കുമ്പോഴാണ്, ദൈവത്തെ ആരാധിക്കുമ്പോൾ. ദൈവത്തെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് നാം സ്വീകരിക്കുന്ന നിമിഷമാണ് ദൈവത്തെ ആരാധിക്കുക. വ്യക്തിപരമായി ആരാധിക്കുമ്പോൾ, വ്യക്തിപരമായി ദൈവത്തെ സ്തുതിക്കുമ്പോൾ, കുടുംബമായി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഒരു സമൂഹമായി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെയെല്ലാം ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നു. ദൈവത്തിൻ്റെ സമാധാനവും സന്തോഷം ലഭിക്കുന്നു. അവിടെ സൗഖ്യവും സമാധാനവും സന്തോഷവും വിടുതൽ ലഭിക്കുന്നു. അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നു. അവിടെ ദൈവം കർത്തൃത്വം ഏറ്റെടുക്കുക. ഈ ഒരു വർഷം ദൈവം നൽകിയ എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞ് നാം ആരാധിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ, അടുത്ത ഒരു വർഷം ദൈവത്തിൻ്റെ കൃപയാൽ അനുഗ്രഹിക്കപ്പെട്ട, നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും സൗഖ്യവും ദൈവത്തിൻ്റെ കർത്തൃത്വവും വെളിപ്പെടുന്ന ഒരു പുതിയ വർഷം ദൈവം നമുക്കായി ഒരുക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് നമുക്ക് പ്രത്യാശയോടെ ദൈവം നൽകിയ സകല നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, ദൈവത്തെ ആരാധിക്കാം. നമ്മുടെ സ്തോത്രത്തോടു കൂടി ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കാം, കണ്ണുകളടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ ഒരു വർഷം ഞങ്ങൾക്ക് നൽകിയ എല്ലാ നന്മകൾക്കുമായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവ്. ഞങ്ങൾ നിന്നതല്ല ദൈവമേ, നീ ഞങ്ങളെ നിർത്തിയതാ. നിന്റെ കൃപയാണ് ഞങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവെ, നീ നൽകിയ സകല നന്മകൾക്കുമായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവ്, ഈ സ്വരം കേൾക്കുന്ന ആരെങ്കിലും രോഗത്തിൻ്റെ, പാപത്തിൻ്റെ, ഏതെങ്കിലും ബന്ധനത്തിൻ്റെ അവസ്ഥയിലാണ് ആയിരിക്കുന്നെങ്കിൽ ആ അവസ്ഥയിൽ തന്നെ ഞങ്ങൾ ഒന്നു ചേർന്ന് നിന്നെ ആരാധിക്കുന്നു, നിന്നെ സ്തുതിക്കുന്നു, നിന്നെ മഹത്വപ്പെടുത്തുന്നു. സ്തുതികൾക്ക് യോഗ്യനായ പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ, ബന്ധനത്തിൻ്റെ അവസ്ഥയിൽ, രോഗത്തിൻ്റെ അവസ്ഥയിൽ, കെട്ടപ്പെട്ട അവസ്ഥയിൽ ഞങ്ങളങ്ങ് ആരാധിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൻ്റെ രോഗത്തിൻ്റെ കെട്ടുകഴിക്കണമേ, പാപത്തിൻ്റെ കെട്ടുകഴിക്കണമേ. എല്ലാ തിന്മയുടെ ആധിപത്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ രക്തത്താൽ നിർവീര്യമാകട്ടെ. പരിശുദ്ധനായ ദൈവമേ, ഒരു വർഷം ഞങ്ങൾക്ക് നൽകിയ എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു. അടുത്തൊരു വർഷം അനുഗ്രഹത്തിൻ്റെ, അഭിവൃദ്ധിയുടെ, ഉയർച്ചയുടെ, സൗഖ്യത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഒരു വർഷമായി തീരുവാൻ ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവേ, പ്രാർത്ഥനയ്ക്കായി സ്തോത്രം. പരിശുദ്ധി അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല ശുദ്ധിമാന്മാരെ, ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവിനെ പ്രതി രക്തസാക്ഷികളായ സകല രക്തസാക്ഷികളുമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരോടും സകല നീതിമാന്മാരോടും ചേർന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. പിതാവേ, പ്രാർത്ഥനയ്ക്കായി സ്തോത്രം. അനുഗ്രഹിച്ചനായി സ്തോത്രം. മഹത്വം എടുത്തിരിക്കുക സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ. Bye.